എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20 മത്സരത്തിലും ഇന്ത്യക്ക് വമ്പൻ വിജയം. ബാറ്റിംഗിൽ മിന്നും പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഹീറോ. ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഇന്ത്യയെ ബാറ്റിംഗിന് ഇറക്കുകയായിരുന്നു. ഒരു മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഹർഷ്ദീപ് സിംഗിന് പകരം മുഹമ്മദ് ഷമി ടീമിലെത്തി. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത്. സൂപ്പർ താരം സഞ്ജു ഇന്നും നിരാശപ്പെടുത്തി. എങ്കിലും 7 ബോളിൽ 16 റൺസ് മാത്രം നേടിയാണ് സഞ്ജു മടങ്ങിയത്. തുടർന്ന് തിലക് വർമ്മ ക്രീസിൽ എത്തി. അഭിഷേക് ശർമ്മ തിലക് വർമ്മ സഖ്യം 115 റൺസ് കൂട്ടിച്ചേർത്തു. 9ാം ഓവറിൽ അഭിഷേകും മടങ്ങി. 15 പന്തിൽ 24 റൺസ് ആണ് താരത്തിന്റെ സമ്പാദ്യം. തൊട്ടു പിന്നാലെ തന്നെ ക്യാപ്റ്റൻ സൂര്യയും പുറത്താക്കി. ഇതേസമയം ഇന്ത്യ 145-3 എന്ന മെച്ചപ്പെട്ട നിലയിൽ ആയിരുന്നു. ഇതേസമയം ഓപ്പണർ അഭിഷേക് ശർമ്മ തന്റെ സെഞ്ചുറി പിന്നിട്ടിരുന്നു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം പെട്ടെന്ന് ഔട്ടായെങ്കിലും ശിവം കുറച്ചുനേരം പിടിച്ചുനിന്നു. എന്നാൽ മറുവശത്ത് അഭിഷേക് ശർമ്മ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ 247 എന്ന കൂറ്റൻ ടോട്ടൽ നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിരയിൽ ഫിലിപ്പ് സാൾട്ട് മാത്രമാണ് തിളങ്ങിയത്. 2ാം ഓവറിൽ തന്നെ ഇംഗ്ലണ്ടിന് ആദ്യ വിക്കറ്റ് നഷ്ടമായി. ഡക്കറ്റ് മുഹമ്മദ് ഷമിയുടെ പന്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി. പിന്നീട് സാൾട്ട് ജോസ് ബട്ട്ലർ സഖ്യം 25 റൺസ് കൂട്ടിച്ചേർത്തു. പിന്നാലെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ബട്ട്ലറും ഔട്ടായി. തൊട്ടു പിന്നാലെ ബ്രൂക്കിനെ വരുൺ ചക്രവർത്തി മടക്കി. ഇംഗ്ലണ്ടിന്റെ മധ്യനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ലിയാം ലിവിങ്സ്റ്റൺ, ജാമി ഓവർടോൺ, ബ്രൈഡൻ ഗാർസെ, ആദിൽ ഷീദ് എന്നിവർക്ക് രണ്ടക്കം കാണാൻ സാധിച്ചില്ല. ജോഫ്ര ആർച്ചർ മാത്രം പുറത്താവാതെ നിന്നു. 2.3 ഓവറിൽ 25 റൺസ് വഴങ്ങിയാണ് ഷമി 3 വിക്കറ്റ് എടുത്തത്. വരുൺ ചക്രവർത്തി, അഭിഷേക് ശർമ്മ, ശിവം ദുബെ എന്നിവർക്ക് 2 വിക്കറ്റും രവി ബിഷ്ണോയ്ക്ക് 1 വിക്കറ്റ് വീതവും ലഭിച്ചു. എന്തായാലും ഇംഗ്ലണ്ട് ഇന്നും നാണം കെട്ടു. അഭിഷേക് ശർമ്മയുടെ മികച്ച ബാറ്റിംഗും ബൌളേഴ്സിന്റെ മികച്ച ബൌളിംഗ് പ്രകടനവുമാണ് ഇന്ത്യയെ ഇത്രയും വലിയ വിജയത്തിൽ എത്തിച്ചത്. ഇന്ത്യ വിജയത്തോടെ 5 മത്സരങ്ങൾ ഉള്ള ഈ പരമ്പര 4-1 എന്ന നിലയിൽ ആധികാരികമായി സ്വന്തമാക്കി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.